ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിൻ്റെ അടുത്തുള്ള അമ്മ വീട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു സ്ഥലത്താണ്. റബ്ബർ തോട്ടമൊക്കെയാണ് ഫുള്ള്. ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകരയിൽ കോട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ കാണിച്ചു തരാം. ആരും ഇല്ലാത്ത കാട്. ഇവിടെ പാമ്പൊക്കെ വരും കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഇല്ലേ ഇവിടെ ഡൈനോസറൊക്കെ കാണുന്നിട്ടുള്ള. എൻ്റെ മോനെ എന്താ ക്ലിയർ ആവുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് ഇവിടെ വീട് വയ്ക്കണമെന്നുണ്ട്. കുറേ വർഷം കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം മേടിക്കും ചിലപ്പോൾ. ചുവറിഞ്ഞ പൈസയൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. പൈസയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ റബ്ബർ തോട്ടം ചിലപ്പോൾ മേടിച്ചേനെ. ഈ സ്ഥലം ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ ഒരു വീട് പണിയണേ. എന്തായിരിക്കും, ചെറിയ വീടാണെങ്കിലും കൊള്ളായിരിക്കും. എനിക്കിത് കണ്ടിട്ട് ഓർമ്മ വരുന്നില്ലേ, വേറെ 1000 ബേബീസിലെ വേറെ സീന. 1000 ബേബീസിലെ ഞാൻ ഫുഡൊന്നും കണ്ടില്ല, ഇച്ചിരി എപ്പിസോഡ് കണ്ടു. അതിനകത്തൊരു സീൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തുവാ, ഫസ്റ്റ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വീട് അങ്ങായിട്ടാണ്. ആ വീട്ടിൽ നിന്ന് വെട്ടുന്ന എന്തുവാ ഇങ്ങനെ ഈ റബ്ബർ തോട്ടത്തിനകത്ത് ഇങ്ങനെ കുറേ ഇല വരും. ഇല വീണിട്ട് പെട്ടെന്ന് കുറേ പിള്ളേരുടെ ആ വേറെ ബാസ്ക്കറ്റിനകത്ത് കുറേ പിള്ളേർ ഇങ്ങനെ കിടന്ന് കരയും. പിന്നെ അവിടുത്തെ ആൻറ്റി ചെവി അടച്ച് വയ്ക്കും. പിള്ളേർ പറയുന്നുണ്ടത്തെ ഞാൻ പിള്ളേർ 13 വയസ്സേ ഉള്ളൂ. എന്ത് ചെയ്യാനെന്ന് പറ. പൊളി. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ വീട് പൊട്ടിച്ചു കളഞ്ഞു. ഗുഡൊക്കെ സുഭാഷേ ഓടി വേണോ പറഞ്ഞ കണ്ടോ ഗൈസ്. ഞാൻ എത്തി. 1 വർഷമായിരുന്നു ഇങ്ങോട്ടൊക്കെ. ഒരു വീരയൊക്കെ 1 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്. മൈക്ക് ക്ലിയറാണോ? മൈക്ക് ആവുന്നില്ല. വിട്ടേക്ക്. ഒരു സ്റ്റെപ്പ്. ആര് തുണി അലക്കുന്നുണ്ട്, ശബ്ദം കേൾക്കാം. ഒന്ന് ആലോചിച്ചേ, ഈ സ്ഥലം ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് സ്പോൺ ആവുക. എൻ്റെ മനസ്സിനെ അങ്ങോട്ട് നടന്നാലോ പെട്ടെന്ന് വന്ന് സ്പോൺ ആവുക. അപ്പോൾ ഈ ലോകത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട് അബ്രാമും ബെസ്റ്റ് ഫ്രണ്ടാണേ. അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. ഞങ്ങൾ എന്തൊക്കെ ചെയ്യും. ഞാനിങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വന്ന് നടക്കും. അവൻ പത്തനംതിട്ടയിൽ അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് സ്പോണാവും. തിരുവനന്തപുരത്തെയാണ് സ്പോണാവും. ഞാൻ പിന്നെ വിളിച്ച് ഫോണ് കാണും. ഫോണും ഇൻ്റർനെറ്റും ഇലക്ട്രിക് എല്ലാം കാണും. അപ്പോൾ ഞാനും അവന് മാത്രം. അപ്പോൾ ഞാൻ അവനെ ഇൻസ്റ്റാഗ്രാമിൽ വിളിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോട്ടിടും എനിവൺ ലൈവ് എന്ന്. അപ്പോൾ എല്ലാവരും ഒരാൾ ലൈക്ക് ചെയ്യും. അഭിരാം ലൈക്ക് ചെയ്ത് നീ മെസ്സേജ് അയക്കും, എടാ നീ എവിടാണോ, അല്ല നീ എവിടാ, എന്തുവാ ഞാനിവിടെ തന്നെ ഉള്ളൂ, നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഓക്കെ ഞാൻ വരാം. എങ്ങനെ വരും? ഞാൻ ട്രെയിൻ എടുത്ത് തിരിച്ച് ഓടിച്ചോണ്ട് വരട്ടെ എന്ന് പറയും. അപ്പോൾ അവൻ പറയാമെന്ന് ഞാൻ ചെങ്ങന്നൂരിരിക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിച്ചു പോകും. പിന്നെ അവനവിടെ വയ്ക്കും. ഞാൻ അവൻ്റെ കൂടെ എന്താ, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എന്തു ചെയ്യും, കുറേ കാര്യം ചെയ്യും. ചിലപ്പോൾ ഞാൻ എന്തു ചെയ്യും, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ കാര്യം ചെയ്യും. ഞാൻ നടന്നു പോകുമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ഓർത്തേ, നാളെ 2026 വാർത്ത. പോയി ചുമ വന്നു. അപ്പോൾ ഇല്ലേ, ഇവിടെ കുറേ നല്ല രസമാണ്. ഇന്ന് ഡിസംബർ 31, 2025. എനിക്ക് വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ഇല്ലേ എന്ത് ഞാൻ പൊട്ടിച്ചു. കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ ഒരു എന്താണ് പറയുന്നത്, തെങ്ങിനെ കണ്ടു. വീഡിയോ ഞാൻ എന്തായാലും എക്സ്പ്ലോർ ചെയ്ത്. ഞാൻ വ്ളോഗല്ലേ ഇത്, വ്ളോഗ് ചെയ്ത്. അല്ല സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നേരത്തെ എനിക്കിപ്പോൾ എനിക്ക് എത്ര 13-14 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 40 സബ്സ്ക്രൈബേഴ്സ് ഫാമിലി. ഇത് ചെയ്യാനെന്ന് പറ.
പിന്നൊരു കാര്യം പറയാം. ഹലോ, പിന്നെ അഡ്വാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത വർഷമാവും. അപ്പോൾ അടുത്ത വർഷം കാണാം.